ഫീച്ചേഴ്സ് എന്ന് കേട്ടോണ്ടല്ലോ ഞെട്ടും. 3.5 മീറ്റർ ഒരു ഫുൾ ലെങ്ത് സിംഗിൾ സ്ലാബ്. വാവ്, ഒരേ സമയത്ത് നമുക്ക് കഞ്ഞിയും ചായയും തിളപ്പിക്കാം. അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മള് ഇവിടെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൈ വെക്കാം. സ്റ്റീമിലൊരു ബിരിയാണി വെക്കണമെങ്കിൽ അതുവരെ ചെയ്യാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റീമറാണ്. ഭക്ഷണങ്ങളൊക്കെ ചൂടോടുകൂടി നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാമർ വെച്ചിട്ടുണ്ട്. ചൂടാറി പോകുമോ വിരുന്നുകാർ വരുമ്പോഴത്തേക്കും പേടിയൊന്നും വേണ്ട. പെട്ടെന്ന് കണ്ട ഇത് അങ്ങനെ തോന്നുള്ളൂ, ഒറ്റ സ്ട്രെച്ച് പോലെ തോന്നുന്ന രീതിയിലാണ്. എവിടെ ജോയിന്റ് ഒന്നും മനസ്സിലാവില്ല. അല്ല, ജോയിന്റ് മനസ്സിലാവില്ല. വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇത് ടച്ചാണ്, മാഗ്നറ്റിക് ആണ്. ഇത് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ട് ബെഡിലോട്ട് വെക്കാം. ഓക്കെ, അത് മുന്നോട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ടല്ലേ? മൂവ് ചെയ്തിട്ട് വരും. ഓ, നേരെ നോക്കുമ്പോൾ നമുക്ക് ആകാശത്ത് സ്റ്റാർസ് പോലെ മുകളിൽ മുഴുവൻ നക്ഷത്രക്കൂട്ടം. ഒരു ഗ്ലാസ്. ഓ, കോഴിക്കോട് അത്തോളി എടക്കരയിലുള്ള ഒരു ഗംഭീര വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അലിയ എന്നാണ് ഈ വീടിൻ്റെ പേര്. ഒരുപാട് മുഖങ്ങളുള്ള പല പല ഷെയ്ഡുകളുള്ള ഒരു വീടാണ്. പക്ഷേ ഈ വീട് ഒരു പെയിൻ്റ് അടിച്ച് മിനുക്കി വെച്ചിട്ടുള്ള ഒരു വീടല്ല, ഒരു സിമെൻറ്റ് ടെക്സ്ചർ ഉടനീളം ഫീൽ ചെയ്യുന്ന ഗംഭീര വീടാണ്. 7000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഫ്ലോർ വരുന്നത്. നൗഷാദ് അലിയ ഫർഷ ദമ്പതികളുടെ വീടാണ്. ഒരു കുഞ്ഞു കുടുംബമാണ്, ഗംഭീര വീടാണ്. ഫീച്ചേഴ്സൊക്കെ നമുക്ക് പറയാം. ഇത് കൺസെപ്റ്റ് ഓഫ് ഡിസൈൻ കമ്പനിയുടെ വാസിഫ് ബ്രോ, നമസ്കാരം. ഇതാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറയൂ, ഒരു ഗംഭീര ലാൻഡ്സ്കേപ്പും അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീടും. ഇത് ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഒരു വളരെ കാലം മുൻപ് പണി തുടങ്ങിയിട്ടുള്ളൊരു വീടാണ്. കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇപ്പം അവർ കയറി താമസം കഴിഞ്ഞിട്ട് ഏകദേശം 1 വീക്ക് അടുത്ത റീസെൻ്റ് ആയിട്ടുള്ളൂ അല്ലേ? അതെ അതെ. പറയൂ വാസിഫ് ബ്രോ. ഇത് ആക്ച്വലി എൻ്റെ കയ്യിലെത്തുന്ന ഒരു 2021 ലാസ്റ്റ് സമയത്തൊക്കെയാണ്. ഏകദേശം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുണ്ട്. അത് ഇഷ്ടങ്ങൾ മാറി, ഒരുപാട് എക്സ്പോഷറൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിൽ റിക്വയർമെൻറ്റ് മാറി. അപ്പോൾ നമ്മളൊരു പുതിയ വീട് ചെയ്യുന്ന പോലെ തന്നെ പല കാര്യങ്ങളും പിന്നീട് വർക്കൗട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനീഷ്യൽ നമ്മൾ ക്ലയൻറ്റിനുള്ളൊരു ഡിസ്കഷനിൽ തന്നെ അവർക്ക് ഡാർക്ക് കളേഴ്സിനോട് കുറച്ച് താല്പര്യമുള്ളതായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ നോർമൽ വീട്ടിൽ കാണുമ്പോൾ എപ്പോഴും ഒരു വൈറ്റോ ലൈറ്റ് കളറോ കൊടുത്ത് എലിവേഷനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. നമ്മൾ നേരെ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ. അതെ, ഇതിനകത്ത് വൈറ്റ് എവിടെയില്ല. ശരിക്ക് ബ്ലാക്ക്, ഗ്രേ അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കുറച്ച് വുഡൻ ഷെയ്ഡ്സ് മാത്രമേ നമ്മൾ എലിവേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ചില ലൈറ്റുകളൊക്കെ കാണാൻ ഭയങ്കര പ്രത്യേക ഭംഗിയാണ്. അതെ, ലൈറ്റ്സ് എല്ലാം മാക്സിമം ഹിഡൻ ലൈറ്റ്സ് ഉപയോഗിച്ച് വാൾ വാഷ് ചെയ്ത് എലിവേഷനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഏരിയ വീട് പ്ലോട്ടിനോട് ചേർന്ന് ബാക്ക് ഭാഗത്തോട്ട് കിടക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലാണ് മാക്സിമം ലാൻഡ്സ്കേപ്പ് ഏരിയ. ആ ലാൻഡ്സ്കേപ്പ് ഏരിയനെ വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാനും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ബെഡ്റൂമുകളിൽ നിന്നൊക്കെ നമുക്ക് നേരെ ഇത് കാണാനും പറ്റും. ബെഡ്റൂമിൽ ആക്ച്വലി നമ്മൾ പിന്നീട് വരുന്ന ഒരു എക്സ്റ്റൻഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡെക്ക് താഴത്തെ ബെഡ്റൂമിലും മുകളിലും എല്ലാം കൊടുത്ത് അതിനെ ലാൻഡ്സ്കേപ്പിനും പൂളിനും എല്ലാം വ്യൂ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ, അത് ഉള്ളിൽ കയറുമ്പോൾ കാണാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന പൂളിൻ്റെ പ്രൊട്ടക്ട് ഏരിയയാണ്. അതിങ്ങനെ ബെഡ്റൂമിൻ്റെ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ അല്ലേ ഒഴുകി ഇങ്ങനെ വരുന്നൊരു ഫീലാണ് മൊത്തം കിടക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ കാണുമ്പോൾ ഭയങ്കര പെട്ടെന്ന് നമ്മൾ നോക്കുന്ന ഒരു രീതിയിലൊരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോം പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്, ഒരു മുട്ട വിരിയിൽ താമര വിരിയുന്നൊരു സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടഡ് ആണോ അതോ എങ്ങനെയാണ്? അതെ അതെ, ഇത് ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ ഇതുപോലെ 3-4 സിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നു. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഇത്രയും മനോഹരമായിട്ട് വെക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ കൂടെ പറ്റണമല്ലോ ക്ലയൻറ്റിന്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് ഫർണിച്ചേഴ്സ്. എന്തൊരു ഭംഗിയാണ്, നല്ല പച്ചപ്പിൻ്റെ ഇടയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ഈ മെറ്റീരിയൽ നമുക്ക് നനഞ്ഞാൽ വെയിലുണ്ടല്ലോ കുഴപ്പമില്ലാത്ത? അതെ അതെ, നനഞ്ഞാൽ ഒന്നും പ്രശ്നമില്ലാത്ത മെറ്റീരിയൽ. ഓക്കെ, ലാസ്റ്റ് ചെയ്തോളൂ അല്ലേ? വീട്ടിലേക്ക് കയറി വരുന്ന ഗേറ്റ് തന്നെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ഗേറ്റാണ്. നമ്മൾ സാധാരണ നോർമലി നമുക്ക് തള്ളി മാറ്റുന്ന ഗേറ്റ് ഒന്നുമല്ല, അത് മുകളിലേക്ക് വിരിയുന്നൊരു ഗേറ്റാണ്. അതായത് ലാൻഡിൻ്റെ കോണ്ടൂർ അനുസരിച്ച് നമുക്ക് സ്ലൈഡ് ചെയ്യാനും ഓപ്ഷൻ ഇല്ല, ഇത് ഓപ്പൺ ചെയ്യാനും ഓപ്ഷൻ ഇല്ല. അതെ, അതുകൊണ്ട് നമ്മളൊരു അപ്വാർഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുന്നോട്ടില്ല പുറകോട്ടില്ല, മുകളിലോട്ടാക്കി. ആ ഗേറ്റിൽ നിന്ന് നേരെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ പോർച്ചാണ്. 2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള, 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാർ പോർച്ച് സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു പ്രീമിയം സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനിപ്പുറത്തോട്ടൊരു കൊട്ടയാട് ഏരിയ, നമ്മുടെ ലാൻഡ്സ്കേപ്പ് പിന്നെയും വീടിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ടല്ലേ, കുറച്ച് പ്ലാന്റർ ബോക്സുകളൊക്കെ ആയി. അതെ അതെ, സിറ്റ് ഔട്ട് നിന്ന് ആക്സസ് ഉള്ള രീതിയിലാണ്. സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഗ്രീനറി നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, കയറി വന്നാൽ പെട്ടെന്ന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഒരു കാഴ്ച
കിട്ടുന്ന രീതിയിൽ ചെറിയ പ്രൈവസിയോടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, പ്രൈവസി ഉണ്ട്. ഫ്രണ്ടിലോട്ട് കാണില്ല, എന്നാൽ എന്താ ഫ്രണ്ടിലാണ് താൻ. നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് വസി ബ്രോ. ഒരു അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെയറുകളും അല്ലെങ്കിൽ ഈ കോഫി ടേബിളൊക്കെ സാധാരണ പോലെയല്ല കൊടുത്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് കോഫി ടേബിളിൻ്റെ താഴെ വന്നിരിക്കുന്നുണ്ടോ ഒരു ഗ്ലാസ്സാണ്. ഇത് നല്ല, ഇത് പ്യൂർ ഗ്ലാസ് ആണോ? അതെ അതെ, ക്രിസ്റ്റലാണ്. എൻ്റെ അമ്മോ, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. സാധാരണമായ ഒരു കോഫി ടേബിൾ അല്ല. കണ്ടംപററിയിൽ നമുക്ക് ലക്ഷറി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഗോൾഡൻ കളർ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് ഓരോ ഏരിയയിലും നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെല്ലാം ത്രൂ ഔട്ട് നമ്മൾ അങ്ങനെയാണ് പോയിട്ടുള്ളത്. വളരെ റോയൽ ഫീലുള്ളൊരു വാതിലാണ്. അതായത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ആക്ച്വലി റാഡെല്ലാം ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇതിങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് നീണ്ട ഒരു വാക്കിംഗ് സ്പേസ് ആണ് ഇത്. ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളും ഇവിടെ ജനിക്കുന്നത് അല്ലേ? നമ്മുടെ ലിവിങ് സ്പേസ് ആണെങ്കിലും ഇതായി നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലാണ്. അത് തന്നെ പിന്നെ വീണ്ടും നമ്മൾ ക്ലോസ്ഡ് ആക്കിയിട്ടുള്ള ഒരു, അതായത് നമ്മൾ AC ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പർപ്പസ് നമ്മളൊരു സ്ലൈഡിംഗ് ഡോർ കൊടുത്ത് ക്ലോസ് ചെയ്താണ്. അത് നമുക്ക് ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് നേരെ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ഉണ്ട്. അത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് വരുന്ന ഒരു ലീനിയർ കണക്ഷനാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷൻ തന്നെ തുടരുന്ന പോലെയാണ്. നമ്മൾ ബാക്കിൽ കൊടുത്തുള്ളൊരു ബ്രസീലിയൻ മാർബിളാണ്, ഒരു ഓപ്പൺ ഗ്രെയിൻസ് മോഡലാണ്. വലിയൊരു ലിവിംഗ് സ്പേസാണ്. അത്യാവശ്യം നമ്പർ ഓഫ് ആളുകൾ, അതെ, ഒരു 10 to 12 ആളുകൾക്ക് സുഖമായിട്ടിരിക്കാം. അതെ അതെ, വേറെ സ്ഥലത്തോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ നമുക്ക് ഡീൽ ചെയ്യാം. ഇത് കുറച്ച് ഗസ്റ്റുകളൊക്കെ കുറച്ച് കൂടുതലാണ്. ക്ലയൻറ്റിന് എപ്പോഴും ഗസ്റ്റുകളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവരെന്തായാലും അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ലിവിംഗ് റൂമാണ്. അതിഥികളെ നന്നായിട്ട് സൽക്കരിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുകളിൽ എന്താണ്, ഒരു ഗ്ലാസ് ആണത്? അത് മിററാണ്, ഗ്രേ മിററാണ്. ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫീല്. അതെ, നമ്മൾ ശരിക്ക് നമ്മുടെ സോഫ സെറ്റ് ആണെങ്കിലും റഗ്സ് ആണെങ്കിലും ഒക്കെ ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് മിറർ കൊടുത്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടുവരുന്നു. ഇത് മാർബിൾ ആണത്? അതെ, ഇത് ഇറ്റാലിയൻ മാർബിളാണ്. ഇതും ആക്ച്വലി ഇറ്റാലിയൻ മാർബിളാണ്, പക്ഷെ അത് കസ്റ്റമൈസ്ഡ്. അതിനൊരു വേവി പാറ്റേൺ ഉണ്ട്. ഒരു വേവി പാറ്റേൺ ഉണ്ട്, അത് കസ്റ്റമൈസ് ചെയ്താണ്. ഇതിങ്ങനെ കണ്ടോ, ലിവിംഗ് സ്പേസ് നമ്മൾ ഇറങ്ങി നടന്നിങ്ങോട്ട് വരുമ്പം പ്രയർ ഏരിയ ഒരു വശത്തേക്ക്, ലെഫ്റ്റ് സൈഡ് അതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ വരുന്നത് ചെറിയൊരു പ്രയർ ഏരിയയാണ്. അതും ആ ഗോൾഡൻ വാതിലുകളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രയർ സ്പേസ്. ഇത് നമ്മളെ ഫാമിലി ലിവിംഗ് ആണ്. അപ്പോൾ അതിനൊന്ന് ഒബ്സ്ട്രക്ട് ചെയ്യാൻ, എന്നാലും നമുക്ക് ഇരുട്ട് വരാൻ പാടില്ല, ഒരു വലിയ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് തോന്നാൻ ഒരു പാർഷ്യൽ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ. വലത്തോട്ട് തിരിയുമ്പോൾ വലിയ ഒരു ഡൈനിങ് സ്പേസ്. ഇതൊരു 12 സീറ്റിംഗ് ഡൈനിങ് സ്പേസ് ആണ്. 12 ശിഷ്യന്മാരും ഇതിന്റെ ഈ ഡൈനിങ് ടേബിളിന്റെ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്. ഇതൊരു 3.5 മീറ്റർ ഒരു ഫുൾ ലെങ്ത് സിംഗിൾ സ്ലാബ്. ഒരു സിംഗിൾ നാച്ചുറൽ സ്റ്റോൺ ആണ്. വലിയൊരു ഏരിയ ആണ് നമ്മൾ ഈ ഡൈനിങ് സ്പേസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ, വലിയ ഒരു 12 പേർക്ക് എന്തായാലും സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ലൈറ്റിംഗ് സെറ്റപ്പുകളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഈ പറഞ്ഞ ഒരു റോയൽ ടച്ച് തോന്നുന്ന ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് കിച്ചൺ കാണാം. ഇവിടെ പുറത്തേക്കൊരു ബാക്ക് കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ് ഇതാ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. വീട്ടുകാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പേസ് എന്താ പറയുക, ഒരു ഫാമിലി ലിവിംഗ് സ്പേസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ലാൻഡ്സ്കേപ്പിനായിട്ട് കണക്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എവിടെയെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കോസി ആയിട്ടുള്ള ഒരു സോഫ, അതേപോലെ ഒരു സ്വിങ്, ലാൻഡ്സ്കേപ്പ് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു സ്വിങ് എല്ലാം കൊടുത്ത് ഇതൊരു വളരെ പ്രൈവറ്റ് ആൻഡ് ഒരു ഫ്രീ ഫീലിംഗ് അവർക്ക് തോന്നണം. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിയ പിന്നെ ഒരു റാമ്പ് പോലെയാണ്, ഒരു റാമ്പ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരുവശത്തും പൂളല്ല, ജസ്റ്റ് വാട്ടർ ബോഡി. അതിൻ്റെ റൈറ്റ് സൈഡിൽ പൂള് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ പാനലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് സൈഡിൽ ഫുള്ള് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. ഇത് അതിന്റെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്താണ്. കാർവ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത ഫുൾ ഹൈറ്റിൽ. ഇത് ഏകദേശം ഒരു 4.5 മീറ്റർ 5 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ലിഫ്റ്റ് എങ്ങോട്ടൊക്കെയാണ്? എത്ര ഫ്ലോർ ഉണ്ട് വീട്? ഇത് ആദ്യം ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ളായിരുന്നു. പിന്നീട് നമ്മൾ എക്സ്റ്റൻഷന്റെ പാർട്ടായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ നമ്മളൊരു ജിം ഏരിയയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ആക്സസ് ആണ് ഈ ലിഫ്റ്റ്. ജിമ്മിൽ പോകുമ്പോൾ സാധാരണ സ്റ്റെപ്പ് കയറി പോകണമെന്നാണ്. അവിടെ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ കിച്ചൺ സ്പേസിലേക്കാണ് പോകുന്നത്. കിച്ചൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ ആ റോയൽ ടച്ച് ഒട്ടും വിടാതെ തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 വലിയ മിറർ, സ്വർണ്ണ തളിക, അങ്ങനെ ആ ഗോൾഡൻ ഫീൽ പിന്നെയും വന്നിട്ടുണ്ട്. അതെ, ഗോൾഡൻ ഫീൽ മാക്സിമം കൊണ്ടുവരാൻ നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഒരു മിനിമം ഡൈനിങ് സ്പേസിൻ്റെ വലിപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് അല്ലേ? ഫുള്ള് നല്ല ക്രോക്കറി ഷെൽഫൊക്കെ ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള. അതെ, ഇത് കുറച്ചും കൂടെ ഒരു മെയിൻ കിച്ചൺ ആണ്. ഇത് കുറച്ച് അൾട്രാ മോഡേൺ കിച്ചൺ ആണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള
എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും നമ്മൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്ന് കേട്ടോണ്ടല്ലോ ഞെട്ടും. ബാ എന്തൊക്കെയാണ് പറയാം. ഇത് നമ്മുടെ ഹോബ് വരുന്നത് 2 ഫീച്ചറാണ് ഈ ഹോബിലുള്ളത്. അതായത് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഇൻഡക്ഷനാണ്, ലെഫ്റ്റ് സൈഡിൽ ഒരു തവ പോലെ വന്നത്. ഈ ഇൻഡക്ഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് പാത്രം വെക്കാം. ഏത് ഭാഗത്തും ഇന്ന ഒരു സ്പെസിഫിക് സ്പേസ് ഇല്ല, ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാം. ഒരേ സമയത്ത് നമുക്ക് കഞ്ഞിയും ചായയും തിളപ്പിക്കാം. അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൈ വെക്കാം, കുഴപ്പമില്ല. അതേപോലെ ഇപ്പൊ തവയില് നമ്മള് ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെ ഹുഡില്ല, അവരുടെ സെക്ഷൻ ഫുള്ള് പോകുന്നത് ഇതിലൂടെ തന്നെയാണ്. അത് സക്ക് ചെയ്തെടുക്കും. പിന്നെ ഇവിടെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്താൽ പോലും ഇതിന്റെ സറൗണ്ടിങ്സിലൊന്നും സ്മെല്ല് ഉണ്ടാവില്ല. സാധാരണ പവർഫുൾ സക്കിങ് വരുന്നത്. ഈ ഫിഷ് ഒക്കെ പറക്കാനായിട്ട് സാറിന് എല്ലാവരും അപ്പുറത്തെ കിച്ചണിലോട്ടാണ് പോകാറ്, മെയിൻ കിച്ചൺ എങ്ങനെ ഇട്ടിട്ട്. പക്ഷെ ഇവിടെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റീമർ വരുന്നുണ്ട്. സ്റ്റീമർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ നമുക്ക് എന്ത് വലിയ ഡിഷും ഇപ്പോൾ സ്റ്റീമിലൊരു ബിരിയാണി വെക്കണമെങ്കിൽ അതുവരെ ചെയ്യാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റീമറാണ്. അതുപോലെ ഒരു കോഫി മേക്കർ, പിന്നെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാം ഡ്രോവർ ഉണ്ട്. അതായത് ഭക്ഷണങ്ങളൊക്കെ ചൂടോടുകൂടി നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാമർ വെച്ചിട്ടുണ്ട്. ചൂടാറി പോകുമോ വിരുന്നുകാർ വരുമ്പോഴത്തേക്കും പേടിയൊന്നും വേണ്ട. അപ്പുറം നമുക്ക് ഒരു വർക്കിംഗ് കിച്ചൺ, സെക്കൻഡ് കിച്ചണും ഒരു വർക്കിംഗ് കിച്ചണും കൂടെ. അത് നല്ല തീമിലാണ്, നല്ല റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. പിന്നെ വർക്ക് ഏരിയ വരുന്നത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് വേർഷനിലാണ്. ബെഡ്റൂമുകൾ രണ്ടും അവിടെ നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസിൻ്റെ ഇപ്പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ. അതിൽ തന്നെ ഒരു ബെഡ്റൂമിലേക്ക് കയറാം. എല്ലാ ബെഡ്റൂമുകളും എടുത്തു പറയേണ്ടതായിട്ടുള്ള പല പല ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഇത് മദേഴ്സ് റൂമാണ്. പിന്നെ ഇത് മദറിന് കുറച്ച് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സീറ്റിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. നമ്മൾ ബാക്ക് പാനലിങ്ങിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. 2 ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ കാർവ് ചെയ്താണ്, ഡിസൈൻ കാർവ് ചെയ്താണ്, കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്താണ്. പിന്നെ അതുപോലെ ഇവിടെ മദറിന് ഇരിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് കോർട്ട്യാർഡ്. എക്സ്ട്രീം പ്രൈവറ്റ് കോർട്ട്യാർഡാണ്. അതൊരു റോക്കിംഗ് ചെയർ അതിനായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പുറത്തുള്ള എയർ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വിത്തൗട്ട് ഗ്ലാസ് ജാലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാക്കിംഗ് വാർഡ്രോബും അവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇത് മദേഴ്സ് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്ലോർ നമ്മളൊരു റിവർ വാഷ് ഫിനിഷ് ഉള്ള ഭയങ്കര ഗ്രിപ്പുള്ള ഫ്ലോറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എത്തി. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതെ, ഒരു 2 പേർക്ക് ഇരിക്കാവുന്ന സിറ്റിംഗ് സ്പേസ്. അതിന്റെ ബാക്കില് ആ വിൻഡോ നേരെ പൂളിലോട്ടാണ്. പൂൾക്ക് ഒരു സ്ട്രൈറ്റ് വ്യൂ വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് പൂളിലോട്ട് സ്ട്രൈറ്റ് വ്യൂ കിട്ടും. പിന്നെ അതേപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൂമിന്റെ ബാക്ക് വാളാണ്. ഈ ബാക്ക് വാൾ ചെയ്തിട്ടുള്ളത് സാൻഡ് സ്റ്റോൺ ആണ്. സാൻഡ് സ്റ്റോണിൽ നമ്മൾ ആ ലീഫിന്റെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്ത് CNC കാർവിംഗ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മോനെ, ഇതിപ്പോ വലിയൊരു ഏരിയ ഉണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് അതെ, അത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ചെയ്തിട്ട് അതൊരു 2 or 3 പീസായിട്ട് കൊണ്ടുവന്നാണ്. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്ത് അത്യാവശ്യം വലിയൊരു TV. അതും പാനലിംഗ് തന്നെയാണ്. ഇത് ഇറ്റാലിയൻ മാർബിൾ വരുന്ന പാനലിംഗ് ആണ്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡ്രോബുകളാണ് മൊത്തം അല്ലേ? അതെ, ഇതൊരു 8 ഡോർ വാർഡ്രോബാണ് വരുന്നത്. കംപ്ലീറ്റ് ഇൻബിൽറ്റ് ആയിട്ട് LED വരുന്നുണ്ട്. പിന്നെ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആക്സറീസും ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിത്ത് ലോക്കർ ഫെസിലിറ്റി അടക്കമുള്ള ഒരു വാർഡ്രോബാണ്. കൊള്ളാലോ. പിന്നെ അവിടെ ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് സ്പേസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വാഷ്റൂം ഏരിയ ആണ്, വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു വാഷ്റൂം സ്പേസ് ആണ്. കഴിഞ്ഞിട്ടില്ല മാസ്റ്റർ ബെഡ്റൂമിലെ വിശേഷങ്ങൾ. കർട്ടനുകൾ മാറ്റുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് ഒരു ബെഡ്റൂമോളം തന്നെ വലിപ്പമുള്ള മറ്റൊരു സ്പേസാണ്. അതായത് നമ്മൾ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഏരിയ ആണ്. മാസ്റ്റർ ബെഡ്റൂം തന്നെ ഒരു ഡെക്ക്. ഈ ഡെക്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആക്സസ് ഉണ്ട്. അതെ, ഇനി ഇവിടെ ഇരുന്നിട്ട് ഗാർഡന്റെ ബ്യൂട്ടി കംപ്ലീറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വിമ്മിംഗ് പൂളിന് സൈഡിലായിട്ടുള്ള സോന സ്റ്റീം എല്ലാം ഉപയോഗിക്കാൻ ഇവിടുന്ന് ആക്സസ് ഉണ്ട്. ഇത് ആ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലുള്ള ഡെക്ക് ഏരിയ തന്നെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഫുൾ ഗ്ലാസ് കവേർഡ് ആണ്. റൂഫ് ചെയ്തിരിക്കും. മുകളിലും നമ്മൾ എല്ലാം പൈൻവുഡ് പാനലിംഗ് ആണ് ചെയ്തത്. ഇതാണ് നമ്മൾ വീടിന്റെ എടുപ്പ് കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഇത് തന്നെ മുകളിലും സ്പേസ്, മുകളിലും ഇതേപോലെ മുകളിലത്തെ ബെഡ്റൂമിൽ ഇതുപോലെ കണക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് എക്സ്റ്റീരിയറിന് ഈ വുഡൻ പാറ്റേൺ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഇതാണ്. നമുക്ക് റോഡിൽ നോക്കുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും. ഉമ്മയുടെ പേര് ആലിയ ഫർഷാന. മക്കള് ഞാനാ മൂത്ത്, ഞാൻ അസ്ന, ഇവിടെ രണ്ടാമത്താണ്, ഞാൻ ഫന.
ആഹിൽ ഫൈക്ക്. മൂന്നാമത്തെ ഞാൻ ആഹിൽ ഫാദ്. അപ്പൊ നിങ്ങൾ ശരിക്കും വെക്കേഷൻ വീട്ടിൽ വരുന്ന വെക്കേഷനാണ്. അതെ അതെ, സൗദിയിലാണ്. സൗദിയിലാണ്. 20 years ആയിട്ട് സൗദിയിലാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ വീട് പണി കഴിഞ്ഞ് ഇപ്പൊ കേറി കഴിഞ്ഞപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല ഹാപ്പിയാ. പോകണം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഇരിക്കേണ്ടാവുക. പിന്നെ ലാസ്റ്റ് എത്തിപ്പടങ്ങി 2 കസേരയിലാണ് എല്ലാവരും അതിൻ്റെ മുകളിൽ ഒറ്റക്കെട്ടി ഇരിക്കുന്ന അറിയാം. പിന്നെ അങ്ങനത്തെ പിന്നെ ഇവന് വൈകുന്നേരം ആയി അങ്ങോട്ട് ചാടും. പിന്നെ വൈകുന്നേര സമയം മോസ്റ്റ്ലി ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തർക്ക് സ്പോട്ടൊക്കെ ഇഷ്ടം ഉണ്ടാവല്ലോ. നിങ്ങള് ബെഡ്റൂമിൽ അതിനെ നോക്കി പ്രത്യേക എന്താ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ബാൽക്കണി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നോക്കിയിട്ടാണ് ഇങ്ങനെ നോക്കി പറഞ്ഞത്. ഞാൻ റൂമിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് നോക്കി ഇങ്ങനെ പറഞ്ഞത്. ആ റൂമിലാണ് നല്ല വ്യൂ ആണ്. ആ റൂമിൽ മൊത്തം നല്ല വ്യൂ ആണ് അവിടെ. ഇനി വേണല്ലേ ശരിക്കും എക്സ്പ്ലോർ ശരി, എക്സ്പ്ലോർ ചെയ്യാൻ സമയമില്ലാണ്ടായിപ്പോയി. മുകളിലേക്ക് പോലെ ഓ, മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റെയറും സാധാരണ കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള സ്റ്റെയർ അല്ല. ഇതിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഡിഫറെൻ്റ് ആണ്. അതെ, ഹാൻഡ് റെയിൽ ആക്ച്വലി മെറ്റൽ CNC ആണ്. പക്ഷെ ഇത് ഒറ്റ സ്ട്രെച്ച് അല്ല എങ്കിലും കണ്ടാൽ ഒറ്റ സ്ട്രെച്ച് തോന്നിപ്പിക്കും. ഞാനും വിചാരിച്ചു ഇത് എങ്ങനെയാണ് അത് വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയത്. ഇത് പെട്ടെന്ന് കണ്ടാൽ ഇത് അങ്ങനെ തോന്നുള്ളൂ, ഒറ്റ സ്ട്രെച്ച് പോലെ തോന്നുന്ന രീതിയിലാണ്. ഇതൊക്കെ എവിടെ ജോയിന്റ് ഒന്നും മനസ്സിലാവില്ല. അല്ല, ജോയിന്റ് മനസ്സിലാവില്ല. വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. ഓ, അതിങ്ങനെ കയറുമായിട്ട് ഇങ്ങനെ സ്പൈറൽ പോലെ വന്ന് ഇങ്ങനെ കയറി പോകുന്നൊരു ഇതാട്ടോ. അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് മേളിലത്തെ ഹാൻഡ് റെയിലുകളെല്ലാം അത് തന്നെ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഹാൻഡ് റെയിലോ തന്നെ. ഓ സൂപ്പർ. കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറെ ഫീച്ചേഴ്സ് കാണുന്നു. ഈ വാള് അല്ലേ? അതെ, ഇത് സാൻഡ് സ്റ്റോണിലുള്ള വാളാണ്. സാൻഡ് സ്റ്റോണിൽ CNC കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വാളാണ് ഇത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ്. ഓപ്പൺ ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു മെയിൻ ഫോക്കൽ പോയിന്റ് ആണ്. ഒരു സിമെന്റീഷ്യസ് ആയിട്ടുള്ളൊരു ഫീലാണ്. പിന്നെ അവിടെ ലിഫ്റ്റ് അല്ലേ? നമ്മൾ സ്റ്റെയർ കയറി വന്ന്. അതെ, ലിഫ്റ്റ് ഇവിടെയാണ്. പിന്നെ മുകളിലേക്ക് കൂടെ പോകുന്നുണ്ടല്ലേ? അതെ, മുകളിലേക്ക് ആക്ച്വലി നമുക്ക് അകത്തുനിന്ന് സ്റ്റെയർ ഇല്ല. അതാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചത്. ജിമ്മിലോട്ട് നമ്മൾ കയറിയല്ലേ പോകേണ്ടത്. പക്ഷെ നമുക്കൊരു എമർജൻസി എക്സിറ്റ് പുറത്തുണ്ട്. അകത്തുനിന്നുള്ള ലിഫ്റ്റ് ത്രൂ ആണ്. ഓ നൈസ്. ഇത് നമ്മുടെ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ തന്നെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. അപ്പം കുറച്ചുകൂടെ പ്രൈവസിയിൽ നമുക്ക് ഒന്നും കൂടെ ഒരു ഗെയിമിംഗ് ഏരിയ യൂസ് ചെയ്യാം. ഈ ഇരിപ്പിടങ്ങളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടങ്ങളിലൊക്കെ വലിയ വീടായതുകൊണ്ട് തന്നെ നടന്ന് പോകാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. ആ സ്പേസുകളെല്ലാം നമ്മൾ അത് യൂട്ടിലിറ്റി ഏരിയകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു നല്ലൊരു പ്രൈം പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഫാമിലി ലിവിലോട്ട് കാണാം, പുറത്തെ ലാൻഡ്സ്കേപ്പ് കാണാം. താഴത്തെ ബെഡ്റൂമിന്റെ അതേ സ്പേസ് തന്നെ ഇവിടെ. അതെ, താഴത്തെ മദേഴ്സ് റൂമിന്റെയും മാസ്റ്റർ ബെഡ്റൂമിന്റെയും നേരെ മുകളിലാണ് 2 ബെഡ്റൂമുകൾ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ കയറി വളരെ ക്യൂട്ട് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസ്. ഈ റൂമിനകത്ത് കുറച്ചൊരു കർവി ഷേപ്പാണ് ഡിസൈൻസിലെല്ലാം വന്നുള്ളത്. അത് കോട്ടിലാണെങ്കിലും ബാക്ക് പാനലിലാണെങ്കിലും കൗച്ചിലാണെങ്കിലും എല്ലാം ആ ഒരു കർവി ഷേപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ തീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടില്ല, താഴെ കണ്ടില്ല ബെഡ്റൂമിന്റെ ഹെഡ് സ്പേസ് പോലെ. ഇവിടെ ഇത് മാർബിൾ എന്താ അത്? അല്ല, അതും ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോണിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കാർവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് TV യൂണിറ്റിന്റെ ബാക്കിലും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വേറൊരു സ്റ്റോൺ ആണോ അത്? അതെ, അതും ലൈം സ്റ്റോൺ തന്നെയാണ്. വാക്കിംഗ് വാർഡ്രോബ് ഇവിടെ പിന്നെ ഡ്രസ്സിംഗ് സ്പേസിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയൊരു മിററോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് സ്പേസ്. ഇവിടുത്തെ ലൈറ്റുകൾക്കൊക്കെ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ലൈറ്റുകൾക്കും ഓരോ ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ഇത് ടച്ചാണ്. ഇതിൻ്റെ 3 കളർ ടോണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇത് റീഡിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിനൊരു മാർബിൾ ബേസ് ആണുള്ളത്, മാഗ്നറ്റിക് ആണ്. ഇത് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ട് ബെഡിലോട്ട് വെക്കാം. ബാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് റീഡിങ്ങിന് മാത്രം യൂസ് ചെയ്യാം. കൊള്ളാം കേട്ടോ. പല വീടുകളിലും പറയുന്നത് കുട്ടികൾ എന്താ കയ്യെത്തുന്ന ദൂരത്തല്ലേ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ഹൈറ്റിൽ വേണമെങ്കിലും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ താഴെ കണ്ട ഡെക്കിന്റെ അതിന്റെ നേരെ മുകൾ ഭാഗമാണ്. അങ്ങനെ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മോളുടെ റൂം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വിങ്. ഇപ്പോൾ നമ്മളെ ലാൻഡ്സ്കേപ്പിന്റെ വ്യൂ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്നാണല്ലോ കാണാം. കുറച്ചും കൂടെ ബ്യൂട്ടി ഉണ്ടാവും. എനിക്കൊരു പൈൻ വുഡിന്റെ സ്മെല്ലാണോ അത്? ഇത് പൈൻ വുഡ് പാനലിംഗ് വന്നത് ഇപ്പോൾ പുതിയതായതുകൊണ്ട് ആ സ്മെല്ല് നല്ല സ്മെല്ല്. എനിക്ക് മറ്റേ എന്താണ് കോഫി ബൈറ്റ് മുട്ടായില്ലേ, ചെറിയൊരു കോഫി സ്മെല്ലുണ്ട്. കോഫി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ മൂത്ത മോളുടെ റൂമാണ്. അപ്പോൾ അവരുടെ ഒരു ഇഷ്ടം എന്നുള്ള നിലക്ക് മെറൂൺ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഇപ്പോൾ മാട്രസിലാണെങ്കിലും റഗ്സിലാണെങ്കിലും സീറ്റിങ്ങിലാണെങ്കിലും എല്ലാം
അത് കൊണ്ടുവന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീറ്റിംഗ് സ്പേസുകളൊക്കെ യൂണീക്കാണ്. നമ്മളിതുവരെ കാണാത്ത മോഡലിലുള്ള ചെയറുകളും സോഫകളൊക്കെ അതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. മാത്രമല്ല എല്ലാം ക്ലയൻറ്റ് തന്നെ നേരിട്ട് വന്ന് എല്ലാം അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈച്ച് ആൻഡ് എവറി സീറ്റിംഗ്. ഓക്കെ, ഇത് മെറ്റലാണത്? അതെ. പിന്നെയുണ്ട് ഒരു ഒന്നാമതൊരു ഒരു ബേ വിൻഡോ, വലിയൊരു ബേ വിൻഡോ. അത് നമ്മുടെ ചുവരോട് ചേർന്ന തീമിലുള്ള ഫോമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ബേ വിൻഡോ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ റൂമിൻ്റെ കളർ കണ്ടില്ല, ഇത് ഗ്രേ ആണ്. പൊതുവെ അങ്ങനെ കാണാറില്ല. എല്ലാവരും റൂമിൽ ഇരുട്ടാവില്ലേ വൈറ്റ് കളർ കൊടുക്കുക, അങ്ങനെയാണ്. ഇവിടെ കൂടുതലും ഗ്രേ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആ ഒരു ഡാർക്ക് കളറിനോടുള്ള ഇഷ്ടം നമ്മൾ ഇൻറ്റീരിയറിൽ മാക്സിമം സ്ഥലത്ത്, ഇപ്പോൾ എസ്പെഷ്യലി ബെഡ്റൂംസ് അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺജഷൻ ഫീലിംഗ് വരില്ല. നമ്മൾ ആ ഗ്രേ കളർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇതിന്റെ ഹെഡ് സ്പേസ് വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതെ, ഇത് പ്ലൈ വർക്കാണ്, സ്റ്റോൺ അല്ല, പ്ലൈ വർക്കിലാണ് ഇതിന്റെ ഹെഡ് സ്പേസ്. കുറച്ച് ഹിഡൻ ലൈറ്റ്സും ലൈറ്റുകളെ കൊടുത്ത് വേറെ ഷെയ്ഡ് വന്നിരിക്കുന്നു. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വാക്കിംഗ് വാർഡ്രോബ് കം ഡ്രസ്സിംഗ് സ്പേസ്, പിന്നെ വാഷ്റൂം യൂണിറ്റ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നു. ഈ വർഷം കുറച്ച് ഫീച്ചേഴ്സ് അധികമുള്ള വർഷം അല്ലേ? അതെ, ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഗ്രീൻ കളർ മാർബിൾ, നാച്ചുറൽ മാർബിൾ, ഇത് ശരിക്ക് ഇമ്പോർട്ടാണ്. ബ്രസീലിയൻ കോട്ട്സൈഡ് എന്ന് പറയുന്ന ഒരു മാർബിളാണ്. ഇത് ആക്ച്വലി നമ്മൾ റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രഷ്യസ് സ്റ്റോൺ ഇല്ലേ, ആ പ്രഷ്യസ് സ്റ്റോണിന്റെ സ്ലാബാണ്. ഒരു വാള് മൊത്തം അത് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഹോം തിയേറ്റർ ആണ്. ഹോം തിയേറ്ററിന്റെ ഉള്ളിലോട്ട് കയറി ഒരു ഫുൾ ഫാമിലിക്ക് ഇരുന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള അതെ ഒരു റിക്ലൈനർ സോഫകളെല്ലാം കൊടുത്ത് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സോഫക്കകത്ത് മസാജ് ഉണ്ട്. അതേപോലെ കപ്പ് ഹോൾഡറിനകത്ത് വെള്ളം വെച്ച് അതിന് കൂളിംഗ് ഫെസിലിറ്റി ഉണ്ട്. എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെയറാണ്. പിന്നെ ബാക്കിൽ വരുന്ന 3 സീറ്റർ ശരിക്കും പറഞ്ഞാൽ റിക്ലൈനർ ആണ്. അത് മുന്നോട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ടല്ലേ? മൂവ് ചെയ്തിട്ട് വരുന്നു. സിനിമയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഉറക്കം തോന്നിയ സിനിമയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കാം. പൊളി. ഇവിടെ നിന്ന് വേറൊരു ഫീച്ചർ കൂടെ ഞാൻ കാണുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ നമുക്ക് ആകാശത്ത് സ്റ്റാർസ് പോലെ മുകളിൽ മുഴുവൻ നക്ഷത്രക്കൂട്ടം ലൈറ്റ് അല്ലേ? ലൈറ്റ് അത് നമ്മളെ മൂഡിനനുസരിച്ച് ഏത് കളറിലോട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഹോം തിയേറ്ററിന് ഇപ്പുറത്താണ് നമ്മുടെ ലാസ്റ്റത്തെ മുറി വരുന്നത്. അതെ, ഇത് കുറച്ചുകൂടെ ചെറിയൊരു ബെഡ്റൂമാണ്. അതെ, ഇത് ഇവിടുത്തെ ചെറിയ മോൻ്റെ റൂമാണ്. അപ്പോൾ അവന് ആ സ്ഥലം മതി. അതെ, അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോട്ടിലായാലും ബാക്ക് വാളിലായാലും കർട്ടൻസിലായാലും എല്ലാം ആ തീം ഫോളോ ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് വന്നിരിക്കുന്നത്. കോമ്പാക്ട് ആയിട്ടുള്ള ബെഡ്റൂമാണ്, എന്നാലും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം. അല്ല, ആക്ച്വലി കൺസോൾ ടേബിൾ ആണ്, സ്റ്റഡി ടേബിൾ അല്ല, കൺസോൾ ടേബിൾ ആണത്. ഒരു സിറ്റിംഗ് ഒരു സോഫ റിക്ലൈനർ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നമ്മുടെ വാക്കിംഗ് വാർഡ്രോബ് കം ഡ്രസ്സിംഗ് സ്പേസ് എല്ലാം സിമിലർ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതെ, സിമിലർ ആയിട്ടുള്ള താഴെ പറഞ്ഞ പോലെ തന്നെ ഇൻബിൽറ്റ് LED എല്ലാം വരുന്ന വാർഡ്രോബാണ്. ഇപ്പോൾ നമ്മുടെ വാഷ്റൂമും വരുന്നുണ്ട്. നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുമ്പ് വീട്ടുകാരെല്ലാം കൂടെ കല്യാണത്തിന് പോയി. അവരെ കൂട്ടി നമുക്ക് വൈൻഡപ്പ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരാൾ നമ്മൾ പിടിച്ചു നിർത്തി. ഫന ട്വിസ്റ്റ്, വീട്ടുകാർ ഈ വീഡിയോ കാണുമ്പോൾ ഫന ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല വീടാണ് കേട്ടോ, സൂപ്പർ വീടാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള എല്ലാം യുണീക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം വാസു ബ്രോ, യെസ്, കൺസെപ്റ്റോ ഡിസൈൻ കമ്പനി. അതെ, യെസ്, അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള, വളരെ ടൈം എടുത്തിട്ട് സമയമെടുത്ത് ചെയ്യുന്ന ക്രിയേറ്റീവ് വർക്കുകൾക്കെല്ലാം അതിൻ്റേതായ ഭംഗിയും അല്ലേ ഫീച്ചേഴ്സും എല്ലാം ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. നല്ല വർക്കാണ്. അപ്പം എന്തായാലും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഫന, വാസു ബ്രോ, ഒരു ബൈ പറഞ്ഞേരെ. ബൈ.